ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഓഫറിൽ വാങ്ങാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള കുറച്ചധികം ചെടികളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. ഈ ഒരു ഓഫർ വീഡിയോയിൽ നമ്മൾ 20 രൂപ മുതലുള്ള പ്ലാൻസ് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. പല റേറ്റിലുള്ള പ്ലാൻസാണ് നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസ് ഏതാണെന്ന് വീഡിയോ മുഴുവനായിട്ട് കണ്ട് സെലക്ട് ചെയ്ത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് വാട്സപ്പിൽ അയച്ചാൽ മതി. അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേരുകൾ അറിയാമെങ്കിൽ അതൊന്ന് ടൈപ്പ് ചെയ്തിട്ടോ അയച്ചു തന്നാലും മതി. ചില പ്ലാൻസിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള സൈസ് ഉണ്ട്. അപ്പോൾ ഏത് സൈസാണ് വേണ്ടത് എന്നുള്ളത് വാട്സപ്പിൽ അറിയിച്ചാൽ മതി. ആദ്യം തന്നെ ഈ ഫ്ലവേഴ്സ് കണ്ടതുപോലെ തന്നെ മാൻഡിവില്ല ചെടികളാണ് കേട്ടോ. മാൻഡിവില്ല ചെടികൾ ഒരു കോംബോ സെറ്റായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ സിംഗിൾ പ്ലാന്റിൻ്റെ റേറ്റിൽ വാങ്ങാൻ പറ്റും. 290 രൂപയെ ഈ ഒരു 3 പ്ലാന്റ്സിന് കൂടി റേറ്റ് വരുന്നുള്ളൂ. അടുത്തത് ഫയർ ക്രാക്കർ പ്ലാന്റ്സിൻ്റെ റെഡാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വേറെ വെറൈറ്റീസ് ഇല്ല, ഇപ്പോൾ റെഡ് മാത്രമേ ഉള്ളൂ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ തരുന്നത്. അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് ക്ലോറോഫൈറ്റത്തിൻ്റെ പ്ലാന്റ് ആണ്. നമുക്ക് ബോർഡർ പ്ലാന്റ് ഒക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ. അല്ലെങ്കിൽ പോട്ടിൽ നമുക്ക് നട്ട് ഇൻഡോറിലും ഔട്ട്ഡോറിലും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ല മനോഹരമായിട്ടുള്ളൊരു ചെടിയാണ്. അധികം വെയിൽ വേണ്ട. ഇതിന് നമുക്ക് 30 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് ചൈനീസ് റെയിൻബെൽ എന്ന് പറയുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ. ഈ പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരുന്നത്. വേനലിലും മഴയത്തും ഒക്കെ നമുക്ക് എല്ലാ സമയത്തും പൂക്കൾ തരുന്ന ചെടികളിലൊന്നാണിത്. റെയിനി സീസണിലാണ് കൂടുതൽ ഫ്ലവേഴ്സ് തരുന്നത്. നമുക്ക് ആ ഒരു സീസണിൽ ഫ്ലവേഴ്സ് തരുന്ന പ്ലാന്റ്സ് കുറവാണല്ലേ. എന്നാൽ ഈ ചെടി ആ സമയത്ത് ഒരുപാട് പൂക്കൾ തരുന്ന ഒന്നാണ്. ഇതിന് 70 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് മിക്കി മൗസ് എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ്. നല്ല ഓറഞ്ചും ബ്ലാക്കും കളർ കോമ്പിനേഷനിലാണ് ഫ്ലവേഴ്സ് വരുന്നത്. മിക്കി മൗസ് പോലെ തന്നെയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുക കേട്ടോ. അതുകൊണ്ടാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. 130 റേറ്റ് വരുന്നത്. അടുത്തത് ഏഞ്ചൽ വിങ് ബിഗോണിയയുടെ അല്ലെങ്കിൽ ഇതുപോലെ ഡോട്ടഡ് ബിഗോണിയയുടെ ഒരു വെറൈറ്റിയാണ്. ഇത് കുറച്ച് ലെങ്ത്തിൽ പോകുന്നൊരു ബിഗോണിയ വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിന് നമുക്ക് 90 രൂപയാണ് റേറ്റ്. ലെജസ്റ്റോമിയയുടെ പിങ്ക് വെറൈറ്റി ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. കാരണം റെഡ് നമ്മൾ എപ്പോഴും കൊടുക്കാറുണ്ട്, പിങ്ക് അങ്ങനെ എപ്പോഴും അവൈലബിൾ അല്ല. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 90 രൂപയാണ് റേറ്റ്. ലീഫ് നല്ല മനോഹരമായിട്ടുള്ള ഒരു ചെടിയാണ് ഈ കാണുന്നത്. നല്ലൊരു ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ഒരു റെഡും ഒക്കെ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. തളിർപ്പ് ഇലകൾ നല്ലൊരു റെഡ് കളറിലാണ് വരുന്നത്. നമുക്ക് പോട്ടിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വലിപ്പത്തിൽ വളർത്താൻ പറ്റും. നമുക്കൊരു ഷെയ്ഡായിട്ടുള്ള ഏരിയയിലാണ് ഇത് ഏറ്റവും നന്നായിട്ട് വളർത്താൻ പറ്റുന്നത്. സൺലൈറ്റിലും നന്നായിട്ടിരിക്കും. പക്ഷേ നമുക്ക് സിറ്റ് ഔട്ട് ഏരിയയിലും വേണമെങ്കിൽ വെക്കാൻ പറ്റും. 80 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് സ്നോ റോസിൻ്റെ പല കളേഴ്സാണ്. ആദ്യത്തേത് ലീഫിൽ ഷെയ്ഡ് വരുന്ന പിങ്ക് ഫ്ലവേഴ്സ് സിംഗിൾ പെറ്റലിൽ വരുന്ന ഈ ഒരു വെറൈറ്റിയാണ്. ഓരോ വെറൈറ്റിക്കും 70 രൂപ വെച്ചാണ് നമുക്ക് സ്നോ റോസിന് റേറ്റ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ വെറൈറ്റി ഈ ഒരു പിങ്ക് ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ്. രണ്ടാമത്തേത് ലീഫിൽ കളറുള്ളതും വൈറ്റ് ഫ്ലവേഴ്സ് വരുന്നതുമായിട്ടുള്ള ഈ വെറൈറ്റിയാണ്. സെയിം റേറ്റ് ആണ് കേട്ടോ എല്ലാ വെറൈറ്റിക്കും വരുന്നത്. ഇതിൻ്റെ ലീഫ് രണ്ടും ഷെയ്ഡ് വരുന്നതാണെങ്കിലും ആ ഒരു ഷെയ്ഡിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും നമുക്ക് കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഒന്നിൻ്റെ ലീഫിന് കുറച്ച് വലിപ്പമുണ്ട്, ഷെയ്ഡുമുണ്ട്. പിന്നെ മൂന്നാമത്തെ വെറൈറ്റി വരുന്നത് നല്ല പ്യുവർ വൈറ്റിൽ ഡബിൾ പെറ്റൽ ഫ്ലവേഴ്സാണ് വരുന്നത്. ഗ്രീൻ ലീഫാണ്. ലീഫിൽ ഷെയ്ഡൊന്നും വരുന്നില്ല. പ്ലാന്റിൻ്റെ സൈസ് ഈ കാണുന്നതാണ്. 70 രൂപ തന്നെയാണ് ഈ ഒരു പ്ലാന്റിനും നമുക്ക് റേറ്റ് വരുന്നത്. ബേബി സൺ റോസിൻ്റെ വെരിഗേറ്റഡ് ലീഫ് വരുന്ന വെറൈറ്റിയാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട്. ഫ്ലവേഴ്സും ഇതുപോലെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ജിഫി സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത്. ഇതുപോലെ വളരെ കുറച്ച് മാത്രമേ നമുക്ക് സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ. ഒരുപാട് പ്ലാന്റ്സ് ഇല്ല. ഇതെപ്പോഴും നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഒരു പ്ലാന്റ് അല്ല കേട്ടോ. ഈ ഒരു പ്ലാന്റിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് മരാന്ത വെറൈറ്റീസ് ആണ് കേട്ടോ. ആദ്യത്തെ വെറൈറ്റി ഈ കാണുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സേ ഉള്ളൂ, ഒരുപാട് വലിയ പ്ലാന്റ്സ് അല്ല. 70 രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ. ഇത് ഒരുപാട് പ്ലാന്റ്സ് ഇല്ല നമുക്ക്. അടുത്തതും കലാത്തിയുടെ ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. നല്ല പോട്ടിലൊക്കെ നിറച്ചുമായി വരുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ജിഫി സൈസിലുള്ള പ്ലാന്റിന് 70 രൂപയാണ്.
കുറച്ചുകൂടി ഡിമാൻഡുള്ള ഒരു കലാത്തിയ വെറൈറ്റിയാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിൻ്റെയും ജിഫി പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് 100 രൂപ റേറ്റ് വരുന്നുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്കൊരു 3 ലീവ്സ് ഒക്കെ വരുന്ന നല്ല പ്ലാന്റ് തന്നെയാണുള്ളത്. അടുത്തത് ജിഫി സൈസിലുള്ള പീസ് ലില്ലിയുടെ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല പോട്ടിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന അല്ലെങ്കിൽ ബോർഡറിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. നമുക്ക് വെയിലത്തും തണലത്തും വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ്. 60 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് കലാഡിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഈ ഒരു കളറാണ് കേട്ടോ ഇതിന് വരുന്നത്. ഈ ഒരു വെറൈറ്റി മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. നമുക്ക് 70 രൂപയാണ് ഈ സൈസിലുള്ള ജിഫി പ്ലാന്റിന് റേറ്റ് വരുന്നത്. നല്ല റൂട്ടൊക്കെ വന്ന പ്ലാന്റാണ് കേട്ടോ. ഈ ക്രോട്ടൻ്റെ കുറച്ച് വെറൈറ്റീസാണ്. ഫസ്റ്റ് വെറൈറ്റി ഇതാണ്, 50 രൂപയാണ്. ഇത് ആപ്പിൾ ക്രോട്ടൻ്റെ വെറൈറ്റിയാണ്. ഇതിന് 70 രൂപ റേറ്റ് വരുന്നുണ്ട്. ഇതുപോലെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇത് കുറച്ചും കൂടി റേറ്റ് വരുന്ന നല്ല ഭംഗിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഇനി മറ്റൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഇതിന് നമുക്ക് 50 രൂപ തന്നെയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ചെമ്പകമാണ് കേട്ടോ. പൂക്കളുടെ മണത്തിലാണെങ്കിലും സൗന്ദര്യത്തിലാണെങ്കിലും ഒക്കെ മുൻപന്തിയിൽ തന്നെയാണ് ചെമ്പകത്തിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത വെറൈറ്റീസാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യം യെല്ലോയാണ് കേട്ടോ. ഇതിൻ്റെ യെല്ലോയും വൈറ്റും ആണുള്ളത്. നമുക്ക് 230 രൂപ വീതം ഓരോ പ്ലാന്റിനും റേറ്റ് വരും. യെല്ലോയ്ക്കാണെങ്കിലും വൈറ്റിനാണെങ്കിലും 230 റേറ്റ് വരുന്നത്. ഈ ഒരു ഗ്രാഫ്റ്റ് ചെയ്ത വെറൈറ്റി ആയതുകൊണ്ടാണ് ഇതിന് ഇത്ര റേറ്റ് വരുന്നത്. പെട്ടെന്ന് തന്നെ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റീസാണ് കേട്ടോ. ഗ്രാഫ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നതും. അടുത്തത് ലെമൺ വൈൻ്റെ നല്ല ഭംഗിയുള്ള ഇലകളോട് കൂടിയ ഒരു ചെടിയാണ്. പൂക്കൾ നമ്മൾ സാധാരണ കാണുന്നത് പോലെ തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ ലീഫ് നല്ല ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നല്ല ഗ്രോത്തൊക്കെ ആയി കഴിയുമ്പോഴേക്കും നല്ലൊരു റെഡിഷ് കളറാവും ഇതിൻ്റെ ലീഫിന്. അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് 60 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ബ്ലാക്ക് ലോക്കസിൻ്റെ പ്ലാന്റാണ് കേട്ടോ. ഇത് കാണിക്കുന്ന പോലെ ഇങ്ങനെ ബഞ്ചസ് ആയിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന നല്ലൊരു പ്ലാന്റാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. 70 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. ഈ ചെടിക്ക് നമ്മൾ സ്മോക്കിംഗ് പ്ലാന്റ് അല്ലെങ്കിൽ പെല്ലിയോണിയ എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ഫ്ലവറിലേക്ക് വെള്ളം വീഴുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊന്ന് തട്ടിക്കൊടുക്കുമ്പോഴേക്കും സ്മോക്ക് വരും. അതുകൊണ്ടാണ് ഇതിന് സ്മോക്കിംഗ് പ്ലാന്റ് എന്നുകൂടി പേര് വന്നിരിക്കുന്നത്. ഹാങ്ങിങ് പോട്ടിൽ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. 40 രൂപയാണ് റേറ്റ്. അടുത്തത് ഹാങ്ങിങ് പോട്ടിൽ നടാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. ബേബി സ്റ്റിയേഴ്സ് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ്. കുഞ്ഞു ഇലകളായിരിക്കും. കുറച്ച് കട്ടിയുള്ള ഇലയാണ് കേട്ടോ. ഒരുപാടല്ല, ചെറുതായിട്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് 40 രൂപ തന്നെയാണ് റേറ്റ് വരുന്നത്. ഏഞ്ചൽ വിങ് ബിഗോണിയയുടെ നല്ല ഡാർക്ക് ലീഫ് വരുന്നൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഇത് ജിഫിയിലുള്ള പ്ലാന്റാണ്. ഇതിന് 70 രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തത് റെക്സ് ബിഗോണിയാസ് ആണ്. ഇതിൻ്റെ ടോപ്പിൽ FP1 എന്ന് കൊടുത്തേക്കുന്നത് ഫിറ്റോണിയ പോട്ട് നമ്പർ 1, ഫിറ്റോണിയ പോട്ട് നമ്പർ 2 എന്നാണ് കേട്ടോ. ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ഈ കോഡൊന്ന് അയച്ചു തന്നാൽ മതി. ഒരു വെറൈറ്റിക്ക് നമുക്ക് 60 രൂപയാണ് റേറ്റ് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെറൈറ്റി സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. പോട്ടിൽ വരുന്ന പ്ലാന്റ് ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് കേട്ടോ. നമുക്ക് ജിഫി ബാഗിൽ വരുന്ന പ്ലാന്റും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ കോഡ് കൊടുത്തേക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് മാറിപ്പോവും. അപ്പോൾ നിങ്ങൾ ഓർഡർ തരുമ്പോൾ ഒന്നെങ്കിൽ പോട്ടിലുള്ള പ്ലാന്റ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു കോഡ്, അതുമല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെറൈറ്റി സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണിത്. നമ്മൾ കോംബോ ഓഫറുകൾ കൊടുക്കുമ്പോൾ ഇങ്ങനെ വെറൈറ്റീസ് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടമുള്ളൊരു 10 വെറൈറ്റീസ് എടുത്തിട്ട് അയക്കുകയാണ് ചെയ്യുന്നത്. ഇതാവുമ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെറൈറ്റി മാത്രം സെലക്ട് ചെയ്തെടുക്കാം. ഇതിന് ഒരു വെറൈറ്റിക്ക് നമുക്ക് 60 രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത്. നമുക്ക് 12 വെറൈറ്റീസാണ് ഈ ഒരു പോട്ടിൽ വരുന്നത് കേട്ടോ. അടുത്തത് റോസയാണ് കേട്ടോ. റോസിൻ്റെ 3 കളർ വെറൈറ്റീസാണ് ഉള്ളത്. ഇതൊരു സെറ്റാണ്. 3 കൂടി ഉള്ളൊരു സെറ്റിന് നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ 350 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതും വേണ്ടവർ വേഗം തന്നെ വാങ്ങിക്കോളൂ കേട്ടോ. ഇനി അടുത്തത് കാർഡിനൽ ക്രീപ്പർ അല്ലെങ്കിൽ ഐപ്പോമിയ പ്ലാന്റ് ആണ്. ഇത് കുറച്ച് റേറ്റ് വരുന്ന പ്ലാന്റ് ആണ്. ഇതിന് നമുക്ക് 500 രൂപയാണ് റേറ്റ് വരുന്നത്. 500 രൂപയ്ക്ക് വലിയ പ്ലാന്റ് ആണ് കേട്ടോ. ചെറിയ പ്ലാന്റ് അല്ല. അത്യാവശ്യം ഫ്ലവേഴ്സൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ് ആണ്. അല്ലെങ്കിൽ ബഡ്സൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ള ആ ഒരു ഗ്രോത്ത് വന്നിട്ടുള്ള പ്ലാന്റ് ആണ്. ഇത് പോട്ടിലുള്ള പ്ലാന്റ് ആണ്. നമ്മൾ പോട്ട് റിമൂവ് ചെയ്തിട്ടാണ് അയക്കുക. അല്ലെങ്കിൽ ഒരുപാട് വെയിറ്റ് വരും. ഇതിന് നമുക്ക് 500 രൂപ പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സിംഗിൾ പ്ലാന്റ്സ് എടുക്കുന്നതിനെല്ലാം കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. നമുക്ക് കോംബോ ഓഫറുകൾക്കാണ് കൊറിയർ ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൈസ് നമ്മൾ അറിയിക്കുന്നത് കേട്ടോ. കോംബോ ഓഫറുകൾ ഒഴികെ സിംഗിൾ പ്ലാന്റ്സ് എടുക്കുമ്പോൾ കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത്. ഇതൊക്കെ സിംഗിൾ പ്ലാന്റിന് തന്നെ കൊറിയർ ചാർജ് വരും. അല്ലാത്ത പ്ലാന്റ്സ് നമുക്ക് 5-6 പ്ലാന്റ്സ് അങ്ങനെ ഓരോ സൈസിലുള്ള പ്ലാന്റ്സിന് ഓരോ റേറ്റാണ്.
ഇത് കുറച്ച് റെയർ ആയിട്ടുള്ള റെക്സ് ബിഗോണിയാസ് ആണ് കേട്ടോ. ഇതിൻ്റെയും സ്ക്രീൻഷോട്ട് അയച്ചു തരണേ. ഇപ്പോൾ റെക്സ് ബിഗോണിയ 225 രൂപ റേറ്റ് വരുന്ന പോട്ടിലുള്ള വെറൈറ്റീസാണ്. കോമൺ വെറൈറ്റീസ് അല്ല, കുറച്ച് കേളി ആയിട്ടുള്ളതും അങ്ങനെ കോമൺ അല്ലാത്ത നമുക്ക് അങ്ങനെ കുറച്ച് റെയർ ആയിട്ട് കിട്ടുന്ന വെറൈറ്റീസ് മാത്രമാണ്. നമുക്ക് 100 രൂപയ്ക്കും 90 രൂപയ്ക്കും ഒക്കെ കിട്ടുന്ന വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ കാർട്ടിലുണ്ട്. അല്ലാത്ത കുറച്ച് വെറൈറ്റീസ് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ പ്ലാന്റ് വരെ 225 ഇത് മുതൽ 125 രൂപയുടെ പ്ലാന്റ് ആണ് കേട്ടോ. 3 വെറൈറ്റി നമുക്ക് 125 രൂപയാണ് ഓരോന്നിനും റേറ്റ് വരുന്നത്. ഈ കാണുന്ന ഇത് രണ്ടാമത്തെ വെറൈറ്റിയാണ്, ഇത് മൂന്നാമത്തെ വെറൈറ്റി. ഇതിന് ഓരോന്നിനും 125 കേട്ടോ റേറ്റ്. അടുത്തത് ഡ്രസീനയുടെ ഒരു കളർ വെറൈറ്റി ആണ് കേട്ടോ. എഗ്ലോണിമ പോലെ തോന്നുമെങ്കിലും ഇത് ഡ്രസീനയാണ്. ഇതിന് 160 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതും നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. വെർണിക്ക എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര്. 140 ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് കടമ്പയുടെ പ്ലാന്റാണ് കേട്ടോ. കടമ്പ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും. അതിൻ്റെ ഇതുപോലെ ചെറിയ ഗ്രോ ബാഗിലുള്ള പ്ലാന്റാണ്. മിനിയേച്ചർ വെറൈറ്റിയാണ്, വലിയ വെറൈറ്റി അല്ല കേട്ടോ. അപ്പോൾ ഇതിന് 100 രൂപയാണ് റേറ്റ്. നമുക്ക് ചെറിയ പോട്ടിലൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ്. അടുത്തത് വരുന്നത് ബോട്ടിൽ ബ്രഷിൻ്റെ റെഡും വൈറ്റും കളറിലുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ 2 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇത് റെഡാണ്, പിന്നെയുള്ളത് വൈറ്റുമാണ്. ഇതിന് ഒരെണ്ണത്തിന് നമുക്ക് റേറ്റ് വരുന്നത് 70 രൂപ വെച്ചിട്ടാണ് കേട്ടോ. ഒരു പ്ലാന്റിന് 70 രൂപ വെച്ചിട്ട്. ഇത് നാടൻ വെറൈറ്റീസാണ്, ഡോർഫ് വെറൈറ്റീസ് അല്ല, കുറച്ച് ഹൈറ്റ് വയ്ക്കുന്ന വെറൈറ്റീസാണ്. ഇനി അടുത്തത് വരുന്നത് സ്റ്റാർ ജാസ്മിൻ്റെ ഒരു പുതിയ വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാനായിട്ട്. ഇതുപോലെ ഇങ്ങനെ ഒരു അറ്റത്തേക്ക് വരുമ്പോഴേക്കും നീഡിൽ പോലെ ഇരിക്കുന്ന ഒരു വെറൈറ്റിയാണ്. നമുക്ക് കാണുമ്പോഴും അറിയാം എന്തോ ഒരു പ്രത്യേകത ഈ ഒരു ഫ്ലവറിനുണ്ട്. ഇതിന് 80 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. നല്ലൊരു പ്ലാന്റാണ്. ഇത് നാനോക്കാണ്, വാൻഡ്രിങ്ജുവിൻ്റെ ഒരു വെറൈറ്റി. 40 റേറ്റ് വരുന്നത്. ഇനി അടുത്തത് യുജീനിയാണ്. ഇത് നോർമൽ വെറൈറ്റിയാണ് കേട്ടോ. യുജീനിയയുടെ 60 രൂപയാണ് റേറ്റ് വരുന്നത്. ആ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ ലീഫ് വരുന്ന സാധാരണ കാണുന്ന വെറൈറ്റിയാണ്. ഇനി അതിൻ്റെ തന്നെ വെരിഗേറ്റഡ് വെറൈറ്റി ഉണ്ട്. ഇത് എപ്പോഴും എല്ലാവരും ചോദിക്കുന്നതാണ്. നമുക്ക് കുറച്ച് റേറ്റ് വരുന്ന വലിയ പ്ലാന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ 100 രൂപയ്ക്ക് ഈ ഒരു ചെറിയ പ്ലാന്റ്സ് നമുക്ക് വാങ്ങാവുന്നതാണ്. ഇനി അടുത്തത് പ്ലെക്ട്രാന്തസ് ആണ് കേട്ടോ. പ്ലെക്ട്രാന്തസിൻ്റെ 2 വെറൈറ്റീസ് ഉണ്ട്, ഒരു വയലറ്റും പിന്നെ ഒരു റോസും. നമുക്ക് ഓരോന്നിനും റേറ്റ് വരുന്നത് 25 രൂപ വീതമാണ്. രണ്ടാമത്തെ കളറ് ഈ കാണുന്നതാണ് കേട്ടോ. ഒരു റോസ് കൂടിയ കളറാണ്. നമുക്ക് ജിഫി ബാഗിലുള്ള പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്, നിറച്ചും ഉണ്ടാവുകയും ചെയ്യും കേട്ടോ പൂക്കൾ. ഇനി അടുത്തത് ഈ കാണുന്ന ഗൾഫീമിയയുടെ പ്ലാന്റാണ്. നല്ല യെല്ലോ കളറിൽ നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ് ഗൾഫീമിയ. ഈ പ്ലാന്റിൻ്റെ ഇതുപോലെ ഗ്രോ ബാഗിൽ ഇത്രയും വലുപ്പമായിട്ടുള്ള പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ സീഡ്സ് പാകി നമുക്ക് തൈകൾ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി അടുത്തത് വരുന്നത് ഒരു ഡെയ്സിയാണ്, ആഫ്രിക്കൻ ഡെയ്സി എന്ന് പറയും. ഇതിന് നമുക്ക് 40 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല പ്ലാന്റാണ്, നല്ല ഹെൽത്തി പ്ലാന്റാണ്. ഇനി അടുത്തത് ഒരു ക്രീപ്പർ പ്ലാന്റാണ്. ഫ്രേസർ ഐസ്ലാൻഡ് ക്രീപ്പർ എന്നാണ് ഈ ഒരു ക്രീപ്പർ പ്ലാന്റിൻ്റെ പേര്. 70 രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത്. വിദേശിയായിട്ടുള്ളൊരു ക്രീപ്പർ ചെടിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലേക്കൊക്കെ ഈ ഒരു പ്ലാന്റ് വന്നിട്ട് അധികം നാളായിട്ടില്ല. നല്ല പ്ലാന്റാണ്, നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഇനി അടുത്തത് യുജീനിയയുടെ പ്ലാന്റാണ്. യുജീനിയയുടെ മിനിയേച്ചർ വെറൈറ്റിയാണ് കേട്ടോ. നിറച്ചും ഇതുപോലെ സ്റ്റെമ്മൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റാണ്. നല്ല ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റാണ്. 110 രൂപയാണ് നമുക്കിതിന് റേറ്റ് വരുന്നത്. ഇതാണ് കറക്റ്റായിട്ടുള്ള പ്ലാന്റ് സൈസ് കേട്ടോ. ഇനി അടുത്തത് വരുന്നത് ഈ കാണുന്ന ഒരു ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീഫിലൊക്കെ നല്ലൊരു ഷെയ്ഡ് വരുന്നുണ്ട്. പ്രിൻസ് ഓഫ് ഓറഞ്ച് എന്നാണ് ഈ ഒരു വെറൈറ്റിയുടെ പേര്. ഇതിന് ജിഫി ബാഗിലുള്ള പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ്. അതുപോലെ തന്നെ ഏഞ്ചൽ വിങ് ബിഗോണിയയുടെ ജിഫി ബാഗിലുള്ള ഒരു പ്ലാന്റാണിത്. 50 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. ഇത് പോട്ടിലേക്ക് നടുമ്പോൾ പെട്ടെന്ന് ഗ്രോത്ത് ആവും കേട്ടോ. അടുത്തത് ഈ കാണുന്ന ഒരു പ്ലാന്റാണ്. ഏകദേശം പെപ്രോമിയ പോലെ ലീഫിനൊക്കെ നല്ല കട്ടിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല. ഒരു ഫൈക്കസും പെപ്രോമിയും ഒക്കെ പോലെ ഉള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ 3 വെറൈറ്റീസ് നമുക്കുണ്ട്. വൈറ്റും റെഡും ഇങ്ങനൊരു റോസ് ഷെയ്ഡ് വരുന്ന വെറൈറ്റിയും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ 3 പ്ലാന്റിനും കൂടി നമുക്ക് 150 രൂപയെ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റാണ് നമ്മൾ തരുന്നത് കേട്ടോ. 3 പ്ലാന്റിന് 150. ഇതൊരു ബോർഡർ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിന് നമുക്കൊരു ജിഫിക്ക് 30 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. അടുത്തത് റയോ പ്ലാന്റ് ആണ് കേട്ടോ. റയോൻ്റെ പ്ലാന്റിന് ഒരെണ്ണത്തിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. നമുക്ക് ഈ ഒരു ഗോൾഡും പിന്നെ ഈ ഒരു ഗ്രീൻ ഷെയ്ഡുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്.
മാൻഡിവില്ലയുടെ കോംബോ അല്ലാതെ കളർ സെലക്ട് ചെയ്ത് വാങ്ങണം എന്നുള്ളവർക്ക് നമ്മൾ പോട്ടിൽ വരുന്ന 300 രൂപ ഈച്ച് റേറ്റ് വരുന്ന പ്ലാന്റ്സ് ആണ് തരുന്നത്. പിങ്കിന് 290ഉം റെഡിന് 300ഉം ആണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇതാണ് പ്ലാൻ സൈസ് വരുന്നത്. ഇത് പോട്ട് റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ അയക്കുന്നത്, പക്ഷെ വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. അടുത്തത് ബൊഹീനിയ പ്ലാന്റ് ആണ്. ബൊഹീനിയയുടെ 2 സൈസിലുള്ള പ്ലാന്റ് ഉണ്ട്. അതിൽ ആദ്യത്തെ സൈസ് ഈ കാണുന്നതാണ്. ചെറിയ പ്ലാന്റ്സ് ആണ്. 250 ആണ് ഇതിന് റേറ്റ് വരുന്നത്. ഇനി നമുക്ക് റോസിഡോയിൻ്റെ പ്ലാന്റ്സ് കാണാം. റോസിഡോയിൻ്റെ നമുക്ക് റെഡും വൈറ്റും യെല്ലോയും ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ റെഡ് ഇതാണ്, 100 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ അടുത്തത് യെല്ലോ, ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ, നിറച്ചും പൂക്കളുണ്ടാവും. നല്ലൊരു വെറൈറ്റിയാണ് യെല്ലോ റോസിഡോ. റോസിഡോ യെല്ലോയിൻ്റെ പ്ലാന്റ് സൈസ് ഈ കാണുന്നതാണ് കേട്ടോ. ഇത് ജിഫി സൈസ് അല്ല, ഗ്രോ ബാഗിൽ തന്നെയുള്ള പ്ലാന്റ് ആണ്, ചെറിയ ഗ്രോ ബാഗിലുള്ള പ്ലാന്റ് ആണ്. ഇനി അടുത്തത് വൈറ്റ് ആണ്. വൈറ്റ് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് അല്ല കേട്ടോ, വല്ലപ്പോഴും മാത്രം കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ സൈസ് ഈ കാണുന്നതാണ്. 120 ആണ് റോസിഡോ വൈറ്റിന് നമുക്ക് റേറ്റ് വരുന്നത്. ഇത് ജിഫി ബാഗിലുള്ള ബബിൾ പ്ലാന്റ് ആണ്. 20 രൂപ മാത്രമേ ഇതിന് റേറ്റ് വരുന്നുള്ളൂ. ഇനി അടുത്തത് ഫിറ്റോണിയ പ്ലാന്റ്സ് ആണ്. അതിൻ്റെയും നമ്മൾ നമ്പേഴ്സ് കൊടുത്തിട്ടാണ് പ്ലാന്റ്സ് ഇതുപോലെ തരുന്നത്. അതുകൊണ്ടാണ് പോട്ടിലുള്ള പ്ലാന്റ് കാണിച്ചപ്പോൾ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ആ ഒരു കോഡോ തരണം എന്ന് പറഞ്ഞത് കേട്ടോ. ഈ പ്ലാന്റിന് ഒരെണ്ണത്തിന് 25 രൂപയെ റേറ്റ് വരുന്നുള്ളൂ. 6 വെറൈറ്റീസ് മാത്രമാണ് നമുക്ക് വരുന്നത് കേട്ടോ. പോട്ടിലാണ് നമുക്ക് കുറച്ചും കൂടി കളേഴ്സ് വരുന്നത്. പോട്ടിലാണെങ്കിൽ നമുക്ക് 12 വെറൈറ്റീസ് വരുന്നുണ്ട്. ജിഫി ബാഗിൽ 6 വെറൈറ്റീസ് ആണ്. ഒരെണ്ണത്തിന് 25 ആണ് പ്രൈസ് വരുന്നത്. അടുത്തത് ഈ കാണുന്ന ഒരു മരാന്തയാണ് കേട്ടോ. ഇതൊരു ഫുൾ പോട്ടാണ്. ഈ പോട്ട് റിമൂവ് ചെയ്തിട്ട് ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കുന്നത്. ഇതിന് നമുക്ക് 70 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. അടുത്തത് സെനേഷ്യോ പ്ലാന്റ് ആണ്. ഇതാണ് സെനേഷ്യോയുടെ പ്ലാന്റ്. ഇതിന് നമുക്ക് നല്ലൊരു ഗ്രീൻ ഷെയ്ഡും വരുന്നുണ്ട്, പിന്നെ ഒരു ആഷ് കളർ കൂടിയൊരു കളർ ഇതുപോലത്തെ ഒരു കളറും വരുന്നുണ്ട് കേട്ടോ. ഒരെണ്ണത്തിന് നമുക്ക് 30 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ബേബി റബ്ബർ പ്ലാന്റ് അല്ലെങ്കിൽ പെപ്പറോമിയ പ്ലാന്റ് ആണ്. ഇതിൻ്റെ 2 കളേഴ്സാണ് നമുക്കുള്ളത്. ഒന്ന് ഈ ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്ന ഈ കാണുന്ന വെറൈറ്റി, പിന്നെ ഒരു ലൈറ്റ് ഗ്രീനും ഇച്ചിരി ഒരു ഡാർക്ക് ഗ്രീനും കൂടെ വരുന്ന ഈ ഒരു വെറൈറ്റി. ഒരെണ്ണത്തിന് 25 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇനി അടുത്തത് ഇംഗ്ലീഷ് ഐവിയുടെ വാക്സ് ടൈപ്പിലുള്ള ഈ ഒരു പ്ലാന്റ് ആണ്. പ്ലാന്റ് സൈസ് ജിഫി ബാഗിൽ വരുന്ന ഇതുപോലുള്ള സൈസ് 30 രൂപയാണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ അക്യുമിനസിൻ്റെ നാടൻ വെറൈറ്റീസാണ്. ഇതിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതിൽ കളർ സെലക്ഷൻ ഇല്ല, നമുക്ക് ഡിഫറെൻറ്റ് വെറൈറ്റീസ് 3 വെറൈറ്റീസ് വരുന്നുണ്ട്. ഇപ്പോൾ 30 റുപ്പീസാണ് ഈച്ച് പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇപ്പോൾ ഓരോ പ്ലാന്റും ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് സീസൺ ആകുമ്പോഴേക്കും നിറയെ പൂക്കളുണ്ടാവുകയും ചെയ്യും. ഇതുപോലെ ഹാങ്ങിങ് പോട്ടിൽ വളർത്താൻ പറ്റും. ഇനി വരുന്നത് ഹോയാസ് ആണ് കേട്ടോ. ഹോയയുടെ കുറച്ച് വെറൈറ്റീസ് മാത്രമാണ് നമ്മൾ ഈ ഒരു റേറ്റിൽ തരുന്നത്, 40 രൂപയ്ക്ക്. അതിലൊരു ലൈറ്റ് റോസ് വരുന്നുണ്ട്, പിന്നെ ഇതുപോലെ ഒരു റെഡ് കളർ വരുന്ന പ്ലാന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്ന വെറൈറ്റിയും കൂടി ഈ ഒരു 40 രൂപ റേറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ. എല്ലാം ജിഫി ബാഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള നല്ല പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇത് ഒരുപാട് വർഷം സർവൈവ് ചെയ്ത് നല്ല രീതിയിൽ വളർന്നു വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. സെൻസിറ്റീവ് പ്ലാന്റ് അല്ല കേട്ടോ. അടുത്തത് അക്കാലിഫ അല്ലെങ്കിൽ റെഡ് ക്യാറ്റ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. പൂച്ചയുടെ വാല് പോലെയാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവുക. നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. 25 രൂപയാണ് ഈ സൈസിലുള്ള ജിഫി ബാഗിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇത് സ്ട്രിങ് ഓഫ് കിഡ്നിയുടെ ഒരു വെറൈറ്റിയാണ്. കുറച്ച് വലിപ്പമുള്ള ലീഫ് വരുന്ന പ്ലാന്റാണ്. 50 രൂപയാണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്നത് ഹാങ്ങിങ് പോട്ടിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന നല്ലൊരു ക്യാക്ടസ് ആണ്. സ്യൂഡോ റിപ്സാലിസ് ക്യാക്ടസ്. 40 രൂപ മാത്രമാണ് ഈ പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നുള്ളൂ. ഇതുപോലെ നല്ല പേൾസൊക്കെ സൈഡിലൂടെ ഉണ്ടാകുന്ന നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇനി അടുത്തത് വരുന്നത് ഈ കാണുന്ന ക്രിസ്മസ് ക്യാക്ടസിൻ്റെ പ്ലാന്റാണ്. പോട്ടിലുള്ള പ്ലാന്റാണ്. 70 രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത്. അടുത്തത് ക്രിപ്റ്റാന്തസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ക്രിപ്റ്റാന്തസിൻ്റെ കുറച്ചൊരു ഡിമ്മായിട്ടുള്ള കളറിൽ വരുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതാണ് കളറ് വരുന്നത്. ജിഫി ബാഗിലുള്ള ഇതുപോലത്തെ പ്ലാന്റാണ് അയച്ചു തരുന്നത്. 40 രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ്. അതുപോലെ തന്നെ ബേബി സൺറോസിൻ്റെ വെരിഗേറ്റഡ് നമ്മൾ നേരത്തെ കണ്ടില്ലേ. ഇത് നോർമൽ ലീഫിൽ നല്ലൊരു റെഡ് പോലത്തെ കളറ് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റാണ്. ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് 30 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് സിങ്കോണിയത്തിൻ്റെ ബ്ലാക്ക് ആണ് കേട്ടോ. ചിലർ ഇതിന് മണി പ്ലാന്റ് എന്നും പറയും. ഇതിൻ്റെ ആ ഒരു
വള്ളിയൊക്കെ കണ്ടിട്ട് 30 രൂപയാണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ജിഫി സൈസിലുള്ള പ്ലാന്റാണിത്. ഈ സൈസിലുള്ള പ്ലാന്റ് നമ്മൾ 30 രൂപയ്ക്കാണ് അയച്ചു തരുന്നത്. ഇതുപോലെ റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ്. അടുത്തതൊരു വൈറ്റ് ഷെയ്ഡ് വരുന്ന സിങ്കോണിയാണ്. ഇതുപോലെയാണ്, ചെറിയ പ്ലാന്റാണ് കേട്ടോ. ഇതിന് നമുക്ക് 30 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് വെരിഗേറ്റഡ് ആയിട്ടുള്ള പേൾ ഗ്രാസ് ആണ്. ഇത് അധികം അങ്ങനെ എവിടെയും കണ്ടിട്ടില്ലാത്തൊരു വെറൈറ്റിയാണ്. നോർമലായിട്ടുള്ള പേൾ ഗ്രാസിനെ കഴിഞ്ഞ് നല്ല ഭംഗിയായിട്ടുള്ള വെറൈറ്റിയാണ്. ഇതിന് നമുക്ക് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വോൾ ക്രീപ്പറിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ്. വോൾ ക്രീപ്പറും നമുക്ക് ഗ്രീൻ ആണല്ലേ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഇതതിൽ വൈറ്റ് ഷെയ്ഡും കൂടി വരുന്ന നല്ലൊരു വെറൈറ്റിയാണ്. 70 രൂപയാണ് ഈ ഷെയ്ഡ് വരുന്ന വെറൈറ്റിക്കും റേറ്റ് വരുന്നത്. ഇത് ഫൈക്കസിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഹാങ്ങിങ് പോട്ടിൽ വളർത്താൻ പറ്റുന്ന ഫൈക്കസ് റാഡിക്കൻസ് എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര്. പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 60 രൂപയാണ്. ഇതാണ് സെയിം സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത്. ഇത് സോങ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇതിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ സൈസിലുള്ള സെയിം പ്ലാന്റാണ് കേട്ടോ അയച്ചു തരുന്നത്. ഇനി അടുത്തത് വരുന്നത് നമ്മുടെ ബോവർ പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ ടെപ്കോമയുടെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ്. 50 രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നുള്ളൂ. നല്ലൊരു പിങ്കും റെഡും കൂടി കൂടിയിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇതിൽ വരുന്നത്. ഇത് ജേഡ് പ്ലാന്റ് ആണ്, ഒരു സക്കുലൻ്റ് ആണ്. ഇതാണ് സൈസ് വരുന്നത്. നല്ല സൈസിലുള്ള പ്ലാന്റാണ്. ഈ സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയെ നമുക്ക് റേറ്റ് വരുന്നുള്ളൂ. ഇത് വെരിഗേറ്റഡ് ആയിട്ടുള്ള ലേഡി ഷൂവിൻ്റെ വെറൈറ്റിയാണ്. നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാവുന്നത്. നല്ലൊരു ലൈറ്റ് ഗ്രീനും വൈറ്റ് ഷെയ്ഡും കൂടി വരുന്നതാണ്. 50 രൂപയെ ഇതിന് റേറ്റ് വരുന്നുള്ളൂ. നല്ലൊരു ഓറഞ്ചും ഡാർക്കും കൂടെ കളറിലാണ് ഫ്ലവേഴ്സ് വരുന്നത്. ഇനി അടുത്തത് റെഡ് കളറിൽ പൂക്കളുണ്ടാകുന്ന ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് ആണ്. ഇത് കുറച്ച് റെയറായിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പോട്ടിൽ വരുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത്. ഇതിന് നമുക്ക് 100 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് കൊടുവേലിയുടെ വൈറ്റ് ആണ് കേട്ടോ. നമ്മൾ റെഡ് കൊടുവേലി, നീല കൊടുവേലിയൊക്കെ കണ്ടില്ല, അതിൻ്റെ വൈറ്റ് 50 രൂപ റേറ്റ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ കാണുന്നത് നല്ല പിങ്ക് കളറിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഈ ഒരു സെയിം സൈസിലുള്ള ജസ്റ്റിഷ്യയുടെ പ്ലാന്റാണ്. 35 രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത്. ജോൺസ് ക്രീപ്പറിൻ്റെ പ്ലാന്റാണിത്. ഇതിന് നമുക്ക് 40 രൂപയാണ് റേറ്റ്. അടുത്തത് അലമാണ്ടയുടെ മിനിയേച്ചർ വെറൈറ്റിയാണ് കേട്ടോ. കുഞ്ഞി ഇലകൾ വരുന്ന ഒരു വെറൈറ്റിയാണ്. 50 രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇത് അലമാണ്ടയുടെ ഹൈബ്രിഡ് വെറൈറ്റിയാണ്. റെഡ് അല്ല, ഒരു മജന്ത കൂടിയ കളറാണ് കേട്ടോ ഇത്. ഈ കളറിലുള്ള പ്ലാന്റിന് നമുക്ക് 160 രൂപയാണ് റേറ്റ് വരുന്നത്. സെയിം സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. ഇതിന് കുറച്ച് വലിപ്പം കൂടുതലാണ്, അതുകൊണ്ട് തന്നെ കൊറിയർ ചാർജ് കൂടുതൽ വരും കേട്ടോ. ഇനി ഇതിൻ്റെ തന്നെ പീച്ച് കളറിൽ വരുന്ന വെറൈറ്റി ഉണ്ട്. അതുപോലെ തന്നെ വെരിഗേറ്റഡ് വെറൈറ്റി ഉണ്ട്. വെരിഗേറ്റഡ് വെറൈറ്റിക്ക് 160 റേറ്റ് വരുന്നത്. ഇത് തുമ്പർജിയ ഇറക്റ്റയുടെ വൈറ്റ് ആണ് കേട്ടോ. 70 രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത്. നല്ല ഹെൽത്തി പ്ലാന്റാണ്. ഇനി അടുത്തത് ഇതുപോലെ മുടി മെടഞ്ഞതുപോലെ മെടഞ്ഞ് തണ്ടുകൾ വന്നിട്ടുള്ള നല്ലൊരു വെറൈറ്റിയാണ്. ഇത് പുറത്തുനിന്ന് വരുന്ന വെറൈറ്റിയാണ്. പച്ചിറ എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ബോൺസായി ആക്കാൻ പറ്റുന്ന പ്ലാന്റൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഈ ഒരു രീതിയിലുള്ള പ്ലാന്റാണ്. 750 റേറ്റ് വരുന്നത്. ഇത് നമുക്ക് മെടയാൻ പറ്റുമെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അടുത്തത് പോട്ടിൽ വരുന്ന ബബിൾ പ്ലാന്റാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. 45 രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത്. അടുത്തത് ഇലിയോകാർപ്പസിൻ്റെ പ്ലാന്റാണ്. ഇലിയോകാർപ്പസ് നമുക്കറിയാം നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റാണ്. നമുക്ക് രുദ്രാക്ഷ പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞ് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുന്ന ഒരു പ്ലാന്റാണ്. പക്ഷേ ഇത് രുദ്രാക്ഷം അല്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇലിയോകാർപ്പസിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത്. ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതുപോലെയാണ് പ്ലാന്റ് ഉണ്ടാവുക. ഇനി അടുത്തത് ഏഷ്യാറ്റിക് ജാസ്മിൻ്റെ പ്ലാന്റാണ്. 70 രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത്. അടുത്തത് കനകാംബരത്തിൻ്റെ റെഡാണ്. നമ്മൾ ഓറഞ്ചൊക്കെയാണ് അല്ലേ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ളത്. ഇത് റെഡാണ്. ഇതിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് ഈ കാണുന്ന ഗോൾഡൻ ഗ്ലോബ് എന്നറിയപ്പെടുന്ന ചെടിയാണ് കേട്ടോ. ഗോൾഡൻ ഗ്ലോബ്. അപ്പോൾ ഇതിന് 50 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. ജിഫി ബാഗിൽ പിടിപ്പിച്ചിട്ടുള്ള നല്ലൊരു ചെടിയാണ്. മെഡിനില്ലയുടെ സീഡില്ലാത്ത ഒരു പ്ലാന്റാണ് കേട്ടോ ഇത്. സാധാരണ ഫ്ലവറിൻ്റെ മുകളിലൊരു സീഡ് വരാറുണ്ട് അല്ലേ. ഇതിന് സീഡില്ല. ഇതിന് നമുക്ക് 50 രൂപയാണ് ജിഫി ബാഗിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല പ്ലാന്റാണ് കേട്ടോ. ഇനി അടുത്തത് നല്ലൊരു ബ്ലൂ കളറിൽ പൂക്കളുണ്ടാവുന്ന പാഷൻ ഫ്ലവറിൻ്റെ വെറൈറ്റിയാണ്. ഇതാണ് ഫ്ലവറിൻ്റെ കളറ് വരുന്നത്.
ലീഫ് പ്ലെയിൻ ആയിട്ട് ഇതുപോലെയാണ് ഉണ്ടാവുക കേട്ടോ. നമ്മൾ നോർമലി കാണുന്ന പാഷൻ ഫ്ലവർ അല്ല, കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫ്ലവറാണ്. ഇതിൻ്റെ ഫ്ലവറിൻ്റെ വലിപ്പവും കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. 60 റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ റോസ് ഗ്ലോറിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇത്. റോസ് ഗ്ലോറി അല്ലെങ്കിൽ മെക്സിക്കൻ ഹൈഡ്രാഞ്ചിയ എന്ന് പറയുന്ന പ്ലാന്റാണിത്. ഇതിൻ്റെ ഗ്രോ ബാഗിൽ ഉള്ള ഇതേ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 70 രൂപയാണ് കേട്ടോ. അടുത്തത് വോൾ ക്രീപ്പറിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഗ്രീൻ കളറാണ് ലീഫിന് വരുന്നത്. നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ആ ഒരു മതിലിൽ പടർത്താൻ പറ്റുന്ന ക്രീപ്പർ പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിൻ്റെ ചെറിയ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 40 രൂപയാണ്. ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നല്ല പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു 10 പ്ലാന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മതിലിൻ്റെ സൈഡിലൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പടർത്തി നല്ല ഭംഗിയാക്കി എടുക്കാൻ പറ്റും. ഇനി അടുത്തത് വാട്ടർ ജാസ്മിൻ്റെ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതും നല്ല വൈറ്റ് കളറിൽ ഒത്തിരി പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് 90 രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ. ഇനി അടുത്തതും നിറയെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ്. ഒരു ജാസ്മിൻ വെറൈറ്റിയാണ്. പിച്ചകം എന്നാണ് ഈ ഒരു ചെടിയുടെ പേര് കേട്ടോ. ഈ കാണുന്ന സൈസിൽ വരുന്ന പ്ലാന്റിന് നമുക്ക് 70 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. ഇനി അടുത്തത് വരുന്നത് ബൊളീവിയൻ സൺസെറ്റിൻ്റെ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ചെറിയ തൈകൾ ഒത്തിരി പേര് ചോദിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് 60 രൂപയെ റേറ്റ് വരുന്നുള്ളൂ. ഇനി നമുക്ക് ഒട്ടും തന്നെ ചെറിയ ചെടികളില്ലാത്ത ഒരു പ്ലാന്റാണ് ഫിഷ് ബോൺ കാക്ടസ്. ചെറിയ ചെടികളെല്ലാം തീർന്നു, നമുക്ക് വലിയ ചെടികൾ മാത്രമേ ഉള്ളൂ. പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ കാണുന്ന സൈസിൽ വരുന്ന പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 130 രൂപയാണ് കേട്ടോ. ഇനി അടുത്തത് അസാലിയയുടെ ചെടിയാണ്. അപ്പോൾ നമുക്ക് കളറൊന്നും പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കളർ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് അയച്ചു തരുന്നതായിരിക്കും. ഈ കാണുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഈ സൈസ് വരുന്ന പ്ലാന്റിന് നമുക്ക് 200 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തത് ചൈനീസ് ബോൾസും ആണ്. ഇതിൻ്റെ മണ്ണിൽ പിടിപ്പിച്ചിട്ടുള്ള, അതായത് ഗ്രോ ബാഗിൽ ഇതുപോലെ പിടിപ്പിച്ചിട്ടുള്ള തൈയാണ്. അപ്പോൾ ഈ ഒരു ചെടിക്ക് 40 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. അടുത്തത് കരേസ എന്ന് പറയുന്ന നല്ല ഭംഗിയായിട്ടുള്ള ഒരു കുറ്റിച്ചെടിയാണ്. ഗ്രീനും വൈറ്റും കൂടി ഷെയ്ഡാണ് വരുന്നത്. ഫ്ലവറൊന്നും ഉണ്ടാവില്ല, ഇതുപോലെ ഭംഗിയായിട്ട് നിന്നോളും. ഈ പ്ലാന്റിന് 120 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. ഇത് കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പ്ലാന്റ് അല്ല, നല്ലൊരു പുതിയ വെറൈറ്റിയാണ്. എക്സോകാരിയ എന്ന് പറയുന്ന മറ്റൊരു വെറൈറ്റി പ്ലാന്റ് ആണിത്. ഇതും നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ്. ഈ സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിന് 100 രൂപ റേറ്റ് വരും കേട്ടോ. ഇത് കമേലി യെല്ലോയാണ്. നല്ല ഡബിൾ പെറ്റലിൽ യെല്ലോ ജാസ്മിൻ പോലെ തന്നെ നിറയെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ വലിയ പ്ലാന്റ്സ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ചെറിയ പ്ലാന്റ്സും നമുക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 70 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. ഇത് നമ്മുടെ കാർണിവോറസ് പ്ലാന്റ്, ഇരപിടിയൻ ചെടി. അപ്പോൾ ഇതിൻ്റെ 500 രൂപയുടെ ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. ഇനി അടുത്തത് ബ്രൈഡൽ ബൊക്കയുടെ വൈറ്റ് കളറിൽ പൂക്കൾ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. ഈ സൈസിലുള്ള പ്ലാന്റ് നമ്മൾ വെറും 40 രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു ഓഫറിൽ അയച്ചു തരാൻ പോകുന്നത്. അപ്പോൾ പ്ലാന്റിൻ്റെ സൈസൊക്കെ കറക്റ്റ് കണ്ടില്ലേ, നല്ല റൂട്ടൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇപ്പോൾ നമുക്കുള്ളത്. അടുത്ത പ്ലാന്റ് ആഫ്രിക്കൻ വയലറ്റ്സ് ആണ്. ആഫ്രിക്കൻ വയലറ്റിൻ്റെ ജിഫി സൈസിലുള്ള പ്ലാന്റ്സ് ആണുള്ളത്. 40 രൂപയെ ഇതുപോലെ പൂക്കൾ ഉണ്ടാകുന്ന ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഇതുപോലത്തെ പ്ലാന്റിന് റേറ്റ് വരുന്നുള്ളൂ. ഒരു കളറല്ല, കുറേ കളേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് എത്ര കളേഴ്സ് വേണമെന്ന് പറയുകയാണെങ്കിൽ അത്രയും കളേഴ്സിലുള്ള പ്ലാന്റ്സ് അയച്ചു തരുന്നതായിരിക്കും. അക്യുമിനസിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ആണിത്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 50 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ്. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് അയച്ചു തരൂ കേട്ടോ. ഇത് നോർമൽ മെഡിനില്ല, ഞാൻ ആദ്യം പറഞ്ഞില്ലേ സീഡൊക്കെ വരുന്ന വെറൈറ്റി. അപ്പോൾ അതിൻ്റെ ജിഫി ബാഗിലുള്ള സൈസാണിത്. ഇതിനും 50 രൂപ തന്നെയാണ് നമുക്ക് റേറ്റ് വരുന്നത്. ഇത് കുറച്ചും കൂടി വലിപ്പമുള്ള വെറൈറ്റിയാണ്. അടുത്തത് ഹോയയുടെ നൗമണി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിന് നമുക്ക് 70 രൂപ റേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കണ്ടില്ലേ, നല്ല അടിപൊളി പ്ലാന്റ് ആണ്. പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ആവുന്ന ഒരു വെറൈറ്റിയാണ്. മെലസ്റ്റോമയുടെ നല്ലൊരു വയലറ്റ് ഷെയ്ഡിൽ പൂക്കൾ തരുന്ന വെറൈറ്റിയാണിത്. ഇതിന് നമുക്ക് ഓഫറിൽ 50 രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ.
ഇത് നൈറ്റ് ക്യൂവിൻ്റെ വൈറ്റ് ആണ് കേട്ടോ, വൈറ്റ് കളറിൽ പൂക്കൾ വരുന്ന വെറൈറ്റി. ഇതിന് നമുക്ക് 70 രൂപയാണ് റേറ്റ് വരുന്നത്. പോട്ടിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി അടുത്തത് ബ്ലൂ ഡേയ്സ് ആണ് കേട്ടോ. ബ്ലൂ ഡേയ്സിൻ്റെ പ്ലാന്റ്സ് നമുക്കറിയാം ഹാങ്ങിങ് പോട്ടിൽ വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ്. ഈ ഒരു കളറിൽ ഫ്ലവേഴ്സും ഉണ്ടാവും. നമുക്ക് 40 രൂപ മാത്രമേ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നുള്ളൂ. ഇനി അടുത്തത് വരുന്നത് മർമലേഡ് ബുഷ് ആണ് കേട്ടോ. മർമലേഡ് ബുഷ് ഇതുപോലത്തെ പ്ലാന്റ്സ് ആണുള്ളത്. നമുക്ക് 90 രൂപ റേറ്റിൽ ഈ പ്ലാന്റ്സ് തരാൻ പറ്റും. ഈ ഒരു ഓഫറിൽ മാത്രമേ ഈ ഒരു റേറ്റിൽ തരുള്ളൂ കേട്ടോ. അടുത്തത് സ്ട്രിങ് ഓഫ് ഡോൾഫിൻ്റെ പ്ലാന്റ് ആണ്. ഡോൾഫിൻ പോലെ തന്നെയാണ് ഇതിൻ്റെ ഓരോ ലീഫും ഉണ്ടാവുക. നല്ല രസമാണ് കാണാനായിട്ട്. 50 രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത്. നല്ലൊരു വയലറ്റ് ഷെയ്ഡിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു സെമി ക്രീപ്പറാണ് ബിഗ്നോണിയ പ്ലാന്റ്. നല്ല വലിപ്പത്തിലുമാണ് പൂക്കൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് നമുക്ക് 90 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മാത്രം കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. നമുക്ക് വളരെ കുറച്ച് തൈകൾ മാത്രമേ ആയി കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് കുറച്ചും കൂടി റേറ്റ് വരുന്നത്. പിത്തേസെലോബിയം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണിത്. അത്യാവശ്യം നമുക്ക് ഓർഡർ വരുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല പിങ്ക് ഷെയ്ഡിൽ ഇതിൻ്റെ ലീഫ് മൊത്തം മാറും. മഴക്കാലം കഴിയുമ്പോഴേക്കും അത്യാവശ്യം ഗ്രോത്തായ പ്ലാന്റ് ആവണം. 330 രൂപയാണ് റേറ്റ്. ഇനി അടുത്തത് നമ്മൾ നേരത്തെ റെഡ് ക്യാറ്റ് സ്റ്റൈൽ കാണിച്ചല്ലോ, അതിൻ്റെ തന്നെ ഗ്രോ ബാഗിൽ വരുന്ന പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിന് നമുക്ക് 50 രൂപ റേറ്റ് വരും കേട്ടോ. ഇതാണ് പവിഴമുല്ല. നമുക്കറിയാം അല്ലേ, പാരിജാതം പോലെ തന്നെ നല്ല മണമുള്ള പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. പവിഴമുല്ലയുടെ പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ കാണുന്നതാണ് സൈസ് വരുന്നത് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നിറയെ തളിപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. ലെജിസ്റ്റോമിയയുടെ ഈ കാണുന്ന റെഡ് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി മാത്രമേ നമുക്കിപ്പോൾ ഉള്ളൂ. അപ്പം നമുക്ക് 100 രൂപ റേറ്റ് വരുന്ന പ്ലാന്റ്സ് മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത്. 80 രൂപയുടെ പ്ലാന്റ് ഉണ്ടായിരുന്നു, അത് നമുക്ക് സ്റ്റോക്ക് തീർന്നു കേട്ടോ. ഇപ്പം നമുക്ക് 100 രൂപ റേറ്റ് വരുന്ന ഈ സൈസിൽ വരുന്ന പ്ലാന്റ്സ് മാത്രമാണുള്ളത്. അടുത്തത് മധുമാലതിയാണ് കേട്ടോ. മധുമാലതിയുടെ സിംഗിൾ പെറ്റൽ വരുന്ന ഫ്ലവേഴ്സ് തന്നെ, പക്ഷേ അതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ ഉള്ളത്. ഇത് നോർമലാണ്, ഇത് ഹൈബ്രിഡ് ആണ്. ആ ഒരു കളർ ഡിഫറൻസ് കണ്ടില്ലേ. പിന്നെ ആ പെറ്റൽസിൻ്റെ ഒക്കെ ഒരു ഫിനിഷിങ്ങും ഒക്കെ മാറ്റമുണ്ട്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നമുക്ക് 70 രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇനി അടുത്ത പ്ലാന്റ് ചൈനീസ് ട്രംപറ്റ് വൈൻ ആണ്. ഈ കാണുന്നതാണ് ട്രംപറ്റ് വൈൻ്റെ ഫ്ലവേഴ്സ്. നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സ് കാണാനായിട്ട്. നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഈ സൈസിൽ വരുന്ന പ്ലാന്റ് നമ്മൾ 100 രൂപയ്ക്കാണ് അയച്ചു തരാൻ പോകുന്നത്. ഇത് മിക്കി മൗസിൻ്റെ പ്ലാന്റ് ആണ്. 60 രൂപയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഫോട്ടോ ഇല്ല, ഞാനൊരു ഷോർട്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ആയിട്ട് വെച്ചേക്കാം കേട്ടോ. യെല്ലോ കളറിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ബ്രൈഡൽ ബൊക്കയുടെ പ്ലാന്റ് ആണിത്. ഈ പ്ലാന്റിന് നമുക്ക് 40 രൂപയെ റേറ്റ് വരുന്നുള്ളൂ. നിറയെ പൂക്കൾ ഉണ്ടാവുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതുപോലെ ഫ്ലവേഴ്സിൽ നല്ല സിമിലാരിറ്റി ഉണ്ട്, ലീഫിൽ മാറ്റമുണ്ട് കേട്ടോ. കോവലിൻ്റെയൊക്കെ ലീഫില്ലേ, അതുപോലെയാണ് ലീഫ് ഉണ്ടാവുക. ഈ കാണുന്ന പ്ലാന്റാണ് നമ്മൾ 40 രൂപയ്ക്ക് തരാൻ പോകുന്നത്. നോർമലി കാണുന്ന ലേഡി ഷൂ ആണിത്. ലേഡി ഷൂവിൻ്റെ ഈ ഒരു സൈസിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഈ ടൈപ്പിലുള്ള പ്ലാന്റിന് നമുക്ക് 50 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതാണ് ലോറോ പെറ്റാലം. ലോറോ പെറ്റാലത്തിൻ്റെ പ്ലാന്റ് 100 രൂപയുടെ സൈസിൽ വരുന്ന പ്ലാന്റേ ഉള്ളൂ. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ്, ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അടുത്തത് ലേഡി ഷൂവിൻ്റെ യെല്ലോ കളറിൽ ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന സൈസിൽ വരുന്ന പ്ലാന്റിന് നമുക്ക് 50 രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ്. നമുക്ക് പോട്ടിലോ നിലത്ത് തടമെടുത്തൊക്കെ ഈ പ്ലാന്റ്സ് വളർത്താവുന്നതാണ്. പടർന്ന് കയറാൻ ഏതെങ്കിലും ഒരു സ്പേസ് ഉണ്ടായാൽ മാത്രം മതി. ഇനി വരുന്നത് ബോട്ടിൽ ബ്രഷ് ആണ് കേട്ടോ. നോർമൽ വെറൈറ്റി ആയിട്ടുള്ള ബോട്ടിൽ ബ്രഷ്. ഇതിൻ്റെ ഈ കാണുന്ന സൈസിൽ വരുന്ന പ്ലാന്റിന് നമുക്ക് 70 രൂപയാണ് റേറ്റ് വരുന്നത്. ചെറിയ പ്ലാന്റ്സ് ആണ് കേട്ടോ, ഒരുപാട് വലുതല്ല. ഇത് നമുക്ക് മതിലിന് പുറത്തൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ്. ഇനി അടുത്തത് യെല്ലോ മെലസ്റ്റോമയാണ്. യെല്ലോ മെലസ്റ്റോമയുടെ 60 രൂപ റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് ഈ കാണുന്നത്. നല്ല അടിപൊളിയായിട്ട് തളിർപ്പൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നമ്മൾ നീലക്കൊടുവേലി കണ്ടിട്ടുണ്ടല്ലേ, അതുപോലെ തന്നെ ഫ്ലവറാണ് റെഡ് കൊടുവേലിക്കുള്ളത്. പക്ഷേ ലീഫിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. നീലക്കൊടുവേലിയുടെ ലീഫ് കുറച്ചും കൂടി ചെറുതാണ്, റെഡിൻ്റെത് ലീഫ് നല്ല വലിപ്പമുണ്ട്. പക്ഷേ ഫ്ലവർ കറക്റ്റാണ് കേട്ടോ. ഈ സൈസിൽ വരുന്ന പ്ലാന്റിന് നമുക്ക് 100 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് പാഷൻ ഫ്ലവർ ആണ്, അല്ലെങ്കിൽ കൃഷ്ണകമലം എന്ന് പറയും. ബ്ലൂ കളറാണിത്. ഇതിന് 50 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. അടുത്തത് ചൈനീസ് റെഡ് ഹാറ്റിൻ്റെ പ്ലാന്റ് ആണ്. ഇത് നമുക്ക്
ചട്ടിയിൽ നട്ട് വെട്ടി കുറ്റിയായിട്ട് നിർത്താം. ഇതുപോലെ നിറച്ചും പൂക്കളുണ്ടാവും. 50 രൂപയാണ് നമുക്കിതിന് റേറ്റ് വരുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. മെലസ്റ്റോമയ്ക്ക് വേരിയേറ്റഡ് വെറൈറ്റിയും ഉണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് നാളായിട്ട് തന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് 100 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത കാലത്തൊന്നും റേറ്റ് കുറയില്ലാത്ത ഒരു മെഡിനില്ലയുടെ വെറൈറ്റിയാണ് ഈ കാണുന്ന മെഡിനില്ല മാഗ്നിഫിക്ക. നല്ല ഭംഗിയായിട്ടുള്ള, നമ്മൾ കാണുന്നതിൽ ഏറ്റവും ഭംഗിയായിട്ടുള്ള മെഡിനില്ല വെറൈറ്റിയാണ്. ഈ സൈസിൽ വരുന്ന പ്ലാന്റിന് തന്നെ നമുക്ക് 1250 രൂപ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിമാൻഡ് ഒന്ന് ആലോചിക്കാവുന്നതേ ഉള്ളല്ലോ. നോർമൽ വെറൈറ്റി ആയിട്ടുള്ള ഹൈഡ്രാഞ്ചിയ, ലൈറ്റ് ബ്ലൂവും റോസും ഒക്കെ വരുന്ന കളേഴ്സിൽ വരുന്ന ഹൈഡ്രാഞ്ചിയ, ആ ഒരു ഹൈഡ്രാഞ്ചിയയ്ക്ക് നമുക്ക് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ്. അടുത്തത് വയലറ്റ് ജാസ്മിൻ ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പൂക്കളുണ്ടാകുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഈ വയലറ്റ് ജാസ്മിൻ. വയലറ്റ് ജാസ്മിന് നമുക്ക് 60 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് ആണുള്ളത്. ഇനി അടുത്തത് നന്ദ്യാർവട്ടത്തിൻ്റെ ഡബിൾ പെറ്റിൽ വരുന്ന വെറൈറ്റിയാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. 60 രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത്. നല്ല ഉണങ്ങിയതുപോലെ നിൽക്കുന്ന ഈ ഒരു പ്ലാന്റില്ലേ, ഇത് നല്ല പച്ച ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ ലീഫിന് ഈ കളറാണ് വരുന്നത്. ചുവടുഭാഗം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഉണങ്ങിയതല്ലാന്ന്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ ഉണങ്ങി നിൽക്കുന്നത് പോലെ തോന്നുള്ളൂ. ഇതുപോലത്തെ വെറൈറ്റീസൊക്കെ ഇഷ്ടമുള്ളവർക്ക് വാങ്ങാം. 60 രൂപയാണ് നമുക്കിതിന് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ലെമൺ വൈൻ ആണ്. ലെമൺ വൈന് നമുക്ക് 45 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ കാണുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ്. ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഇതും. ഇനി അടുത്തത് കാറ്റ്സ് ഗ്ലോ ആണ്. കാറ്റ്സ് ഗ്ലോയും ക്രീപ്പർ പ്ലാന്റ് ആണ്. അപ്പോൾ കാറ്റ്സ് ഗ്ലോയിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. വൈറ്റ് ലോലിപോപ്പിൻ്റെ പ്ലാന്റ് ആണിത്. ഈ പ്ലാന്റിന് 40 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. നല്ല വെള്ള കളറിൽ ഒത്തിരി പൂക്കൾ തരുന്ന ഒരു കുറ്റിച്ചെടിയാണ് കേട്ടോ ഇത്. അടുത്തത് മ്യൂസിക്കൽ നോട്ട് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ്. ഇതിലും നല്ല വൈറ്റ് കളറിലാണ് പൂക്കൾ ഉണ്ടാകുന്നത്. വിരിഞ്ഞു വരുന്ന പൂക്കളല്ല, മ്യൂസിക്കൽ നോട്ട്സ് പോലെ തന്നെ ഇതുപോലെ ഫ്ലവേഴ്സ് വിരിയും. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. നമുക്ക് 60 രൂപയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് സ്റ്റാർ ജാസ്മിൻ്റെ പ്ലാന്റ്സ് ആണ്. ഇത് മഡഗാസ്കറിൻ്റെ ഒരു മിനിയേച്ചർ വെറൈറ്റി എന്നും പറയുന്നുണ്ട്. പക്ഷേ രണ്ട് പ്ലാന്റ്സിനും തമ്മിൽ വലിയ സിമിലാരിറ്റി ഇല്ല. ഇത് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഗ്രോത്ത് ഉള്ള പ്ലാന്റ് ആണ്. പക്ഷെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. സ്മെല്ലിൻ്റെ കാര്യത്തിൽ രണ്ട് പ്ലാന്റ്സും നല്ല അടിപൊളിയാണ്. ഈ സൈസിൽ വരുന്ന പ്ലാന്റിന് നമുക്ക് 60 രൂപയാണ് റേറ്റ്. അടുത്തത് ജാപ്പനീസ് ഹണിസക്കിളിൻ്റെ പ്ലാന്റ് ആണ്. ഇതിനും 60 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. ഈ കാണുന്നതാണ് പ്ലാന്റ്സിൻ്റെ സൈസ്. ചെറുതായിരിക്കുമ്പോൾ തൊട്ട് പൂക്കൾ ഉണ്ടാകുന്ന നല്ല സ്മെല്ലുള്ള പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതാണ് സാംബക്കസിൻ്റെ പ്ലാന്റ്. വൈറ്റ് കളറിൽ പൂക്കൾ തരുന്ന നല്ലൊരു കുറ്റിച്ചെടിയാണിത്. നമുക്ക് പോട്ടിലാണെങ്കിലും നിലത്ത് തടമെടുത്താണെങ്കിലും പെട്ടി ഒതുക്കി നിർത്താവുന്ന ഒരു പ്ലാന്റുമാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. 100 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. ഇത് ഡോംബെയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഡോംബെയ പ്ലാന്റിൽ ലൈറ്റ് റോസ് കളറിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടാണ് പൂക്കൾ ഉണ്ടാവുന്നത്. നല്ല റെയർ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. 120 ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത്. ഇത് നന്ദ്യാർവട്ടത്തിൻ്റെ സിംഗിൾ പെറ്റലാണ് കേട്ടോ. ഇതിന് 50 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. ഈ കാണുന്ന ക്രീപ്പർ പ്ലാന്റ് ആണ് പ്രിൻസസ് വൈൻ. ഇതിൻ്റെ ഇലകൾ ഭംഗിയാണെന്ന് മാത്രമല്ല, ഇതുപോലെ നൂലുകളായിട്ട് പിങ്ക് ഷെയ്ഡിൽ ഒരുപാട് ഹാങ് ചെയ്ത് കിടക്കും. നല്ല ഭംഗിയാണ് കാണാൻ. 55 രൂപയാണ് ഇതിന് ഓഫർ റേറ്റ് വരുന്നത്. ചെറിയ ചെടിയായിരിക്കുമ്പോൾ തന്നെ ഈ കളറിൽ ഇതുപോലെ ഹാങ് ചെയ്ത് വരുന്നതായിരിക്കും കേട്ടോ. അടുത്തത് ഗാർഡേനിയയുടെ യെല്ലോ കളറിൽ പൂക്കൾ തരുന്ന വെറൈറ്റിയാണ്. 3 ദിവസം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 കളറിലായിരിക്കും പൂക്കൾ കാണുക. ഓറഞ്ച്, യെല്ലോ, വൈറ്റ് അങ്ങനെ 3 കളറിൽ പൂക്കൾ കാണാൻ പറ്റും. 70 രൂപയാണ് ഈ സൈസിൽ വരുന്ന പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത്. യെസ്റ്റർഡേ ടുഡേൻ്റെ 3 ദിവസം 3 കളറിൽ തന്നെ പൂക്കൾ തരുന്ന ഒരു അടിപൊളി പ്ലാന്റാണിത്. ഈ പ്ലാന്റിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 60 രൂപയാണ്. ഇതാണ് ക്ലെറോഡെൻഡ്രോൺ അല്ലെങ്കിൽ വെള്ളക്കൊന്ന എന്നറിയപ്പെടുന്ന ചെടി. ഈ സൈസിലുള്ള ക്ലെറോഡെൻഡ്രോൻ്റെ പ്ലാന്റിന് 40 രൂപ മാത്രമേ നമുക്ക് ഓഫർ റേറ്റ് വരുന്നുള്ളൂ. അധികം കെയറിങ് ഇല്ലാതെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റും അങ്ങനെ തന്നെയാണ്. അധികം കെയർ ചെയ്യാതെ വളർത്താം. ആമസോൺ ബ്ലൂ എന്നും ഇതിനൊരു പേരുണ്ട്. ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ്. ഗ്രീൻ കളറുള്ള ഈ ഒരു ബട്ടർഫ്ലൈ പ്ലാന്റിന് അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ട്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 100 രൂപയാണ്.
ഇതാണ് ബൊഹീനിയ പ്ലാന്റ്. ബൊഹീനിയ പ്ലാന്റ് അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ്. നമ്മൾ 390 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന പ്ലാന്റ് ഈ ഒരാഴ്ചത്തേക്ക് 350 രൂപയ്ക്ക് തരുന്നതായിരിക്കും. ഇതൊരു ഓഫർ റേറ്റ് ആണ് കേട്ടോ. ഈ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ പ്ലാന്റ് ഒരിക്കലും ഈ ഒരു റേറ്റിൽ കിട്ടില്ല. ഇത് അത്യാവശ്യം മണ്ണ് വെച്ചിട്ട് അയക്കേണ്ട ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്ലാന്റിന് സെപ്പറേറ്റ് നമുക്ക് കൊറിയർ ചാർജ് വരും കേട്ടോ. അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട് ഇതിന്. അടുത്തത് നമുക്കൊരു കുറ്റിച്ചെടിയാണ്. നേരത്തെ നമ്മൾ എസ്റ്റർഡേ ടുഡേ കണ്ടു അല്ലേ, അതിൻ്റെ നാടൻ വെറൈറ്റി ആണിത്. അതായത് പൂക്കൾക്ക് നല്ല സ്മെല്ലുള്ള വെറൈറ്റി. ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് 120 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതാണ് മെക്സിക്കൻ ഫ്ലെയിം. ആദ്യകാലങ്ങളിൽ ഊട്ടിയിൽ മാത്രം കണ്ടുവന്നിരുന്ന ഒരു ചെടിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. ഈ സൈസിലുള്ള പ്ലാന്റിന് 50 രൂപ മാത്രമേ നമുക്ക് റേറ്റ് വരുന്നുള്ളൂ. ചൈനീസ് ട്രംപറ്റ് വൈൻ പോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറിൽ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ഓറഞ്ച് ട്രംപറ്റ് വൈൻ. ഈ സൈസിലുള്ള പ്ലാന്റ് നമ്മൾ 40 രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു ഓഫറിൽ തരുന്നത്. ഇതാണ് വോങ്ക ക്രീപ്പർ പ്ലാന്റ്. ക്രീപ്പർ പ്ലാന്റിലെ രാജാവ് തന്നെയാണ്. നല്ല കളർഫുൾ ആയിട്ട് ഒത്തിരി പൂക്കൾ തരും. 80 രൂപയാണ് ഈ സൈസിൽ വരുന്ന തൈകൾക്ക് നമുക്ക് വില വരുന്നത്. അടുത്തത് ഒരു ജാസ്മിൻ വെറൈറ്റി ആണ്, അമേരിക്കൻ ജാസ്മിൻ. നല്ല പിങ്ക് കളറിലാണ് പൂക്കൾ തരുന്നത്. 70 രൂപയാണ് ഈ സൈസിലുള്ള അമേരിക്കൻ ജാസ്മിൻ്റെ ചെടികൾക്ക് റേറ്റ് വരുന്നത്. അടുത്തത് യെല്ലോ ജാസ്മിൻ ആണ്. കമേലി യെല്ലോ പോലെ സിംഗിൾ പെറ്റലിൽ നിറയെ പൂക്കൾ തരുന്ന യെല്ലോ ജാസ്മിൻ്റെ പ്ലാന്റിന് 70 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. ഇത് മണിമരുതാണ്. മണിമരുതിൻ്റെ ചെടികൾക്ക് നമുക്ക് 50 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. ചെറിയൊരു തണൽമരമായിട്ട് നമ്മുടെ ഗാർഡനിൽ വളർത്താൻ നല്ലൊരു പ്ലാന്റ് ആണ്. ഇത് പാഷൻ ഫ്ലവറിൻ്റെ റെഡാണ്, അല്ലെങ്കിൽ കൃഷ്ണകമലം റെഡ്. 60 രൂപയാണ് റെഡിന് റേറ്റ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇത് ബോവർ വൈൻ്റെ പിങ്ക് ആണ്. സീസൺ ആയി കഴിഞ്ഞാൽ എന്നും പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി ആണ്. ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് ഈ സൈസിലുള്ള പ്ലാന്റിന് 60 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. ചെറിയ പ്ലാന്റ് ആണ്, പക്ഷേ നല്ല ആരോഗ്യമുള്ള ചെടികളാണ് ഇപ്പോൾ ഉള്ളത്. ഇനി അടുത്തത് വരുന്നത് കമേലിയ പ്ലാന്റ് ആണ്. കമേലിയ പ്ലാന്റിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് നമ്മൾ 160 രൂപയ്ക്കാണ് ഈ ആഴ്ചത്തെ ഒരു ഓഫറിൽ അയച്ചു തരാൻ പോകുന്നത്. ഇത് കക്കടമുല്ലയാണ്. കക്കടമുല്ലയുടെ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണുള്ളത്. 70 രൂപയ്ക്കാണ് ഈ സൈസിലുള്ള പ്ലാന്റ് അയക്കുന്നത്. പെട്രിയ പ്ലാന്റിൻ്റെ 3 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ആദ്യത്തേതാണ് ഈ കാണുന്ന ബ്ലൂ കളറ്. നല്ല അടിപൊളിയായിട്ടുള്ള കളറാണ്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ്. പിന്നെ വരുന്നത് വൈറ്റ് ആണ്, പെട്രിയ വൈറ്റ്. ഇനി അടുത്തത് കോഞ്ചിയ അല്ലെങ്കിൽ പെട്രിയയുടെ പിങ്ക് ആണ്. 3ൻ്റെയും നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. വൈറ്റ്, പിങ്ക്, വയലറ്റ്. ഓരോന്നിനും 70 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. നല്ല ക്രീപ്പർ പ്ലാന്റ്സ് ആണ് 3. അടിപൊളിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. മഴയും വെയിലും കുഴപ്പമില്ലാതെ ഒരുപോലെ വളർന്നു വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ കാണുന്ന ഇംപേഷ്യൻസ് റിപ്പൺസ്. അടുത്ത പ്ലാന്റ് മണിമുല്ലയാണ് കേട്ടോ. മണിമുല്ലയുടെ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് 60 രൂപ റേറ്റ് വരുന്നുള്ളൂ. നല്ല പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നാടൻ ടെക്കോമ പ്ലാന്റ് ആണ് കേട്ടോ, നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഉണ്ട്. 100 രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് പാരിജാതത്തിൻ്റെ പ്ലാന്റ് ആണ്. പാരിജാതവും നല്ല മണമുള്ള പൂക്കൾ തരുന്ന ഒരു നല്ല പ്ലാന്റ് ആണ്. രാത്രിയിലാണ് പൂക്കൾ വിരിയുന്നത്. രാത്രിയിൽ വിരിയുന്ന പൂക്കൾക്കെല്ലാം സാധാരണയിൽ കൂടുതൽ സ്മെല്ലുണ്ടാവും. ചെറിയ പൂക്കളാണ്, പക്ഷെ ഒരുപാട് പൂക്കളുണ്ടാവും. ഈ സൈസിലുള്ള പ്ലാന്റ് നമ്മൾ 170 രൂപയ്ക്കാണ് ഓഫർ റേറ്റിൽ തരാൻ പോകുന്നത്. ഇത് ലിപ്സ്റ്റിക്കിൻ്റെ ഫയർ വർക്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് 50 രൂപയ്ക്കാണ് നമ്മൾ തരുന്നത്. അപ്പോൾ ഈ പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് എല്ലാം ഓർഡർ ചെയ്തോളൂ കേട്ടോ.